പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മളെല്ലാവരും പാപികളാണ്. പക്ഷേ പാപികളായ പിന്നെ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ കടന്നു പോകാനായിട്ട് സാധിക്കും? അതിന് പരിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തിയ ബൈബിളിലെ പുതിയ നിയമ പുസ്തകത്തിൽ. ബൈബിൾ 2 ഭാഗങ്ങളുണ്ട്. അതിന്റെ 2ാം ഭാഗമായ പുതിയ നിയമത്തിന്റെ 4ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1ാം അധ്യായം അതിന്റെ 12ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി, അധികാരം നൽകി. എന്താണ് ദൈവമക്കളായി തീർന്നാലുള്ള ഗുണം? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഞാൻ എങ്ങനെ ദൈവമക്കളായി തീരാമെന്ന് പിന്നീട് വിശദീകരിക്കാം. പക്ഷെ ദൈവമക്കളായി തീർന്നാലുള്ള ഗുണം എന്താണ്? നമ്മുടെ മക്കൾ ചിലപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ വൈകുന്നേരം അവർ വരുന്ന സമയത്ത് ചായയോ പലഹാരമോ ഒക്കെ റെഡിയാക്കി വെച്ച് കാത്തിരിക്കാൻ കാരണം എന്താണ്? നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ തന്നെ വരും. അതെ, ആരുടെ ഭവനം എവിടെയാണോ ആ ഭവനത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേരുന്നത്.